നമസ്കാരം. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണമോഷണ വിവാദം കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യരെ അറസ്റ്റ് ചെയ്ത സംഭവം കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയിരിക്കുകയാണ്. നിലവിൽ അദ്ദേഹം കൊട്ടാരക്കര സബ് ജയിലിൽ റിമാൻഡിലാണ്. ഈ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചുകൊണ്ട് യുവ നേതാവായിട്ടുള്ള MLA രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ സന്ദർശിക്കുന്നതിനായിട്ട് ജയിലിൽ എത്തിച്ചേർന്നു. കേരള രാഷ്ട്രീയത്തിലെ ശക്തരായ രണ്ട് യുവ നേതാക്കളാണ് സന്ദീപ് വാര്യരും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും. ഇരുവരുടെയും രാഷ്ട്രീയ ഇടപെടലുകൾ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷ വിമർശനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നവയാണ്. ഭരണപരമായിട്ടുള്ള വീഴ്ചകൾ, പ്രത്യേകിച്ചും സുപ്രധാന ക്ഷേത്ര സ്ഥാപനങ്ങളിൽ നടക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരന്തരം പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരാറുണ്ട്. സന്ദീപ് വാര്യർ അറസ്റ്റ് വരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ രാഷ്ട്രീയ മണ്ഡലമായ പത്തനംതിട്ടയിലാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദീപ് വാര്യരുടെ സ്വാധീന മേഖലയായിട്ടുള്ള പാലക്കാട് അടക്കമുള്ള മറ്റ് പ്രദേശങ്ങളിലും സജീവമായ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തി വരികയാണ്. ഇത്തരത്തിൽ പരസ്പരം സഹകരിച്ചും പിന്തുണ നൽകിയും മുന്നോട്ട് പോകുന്ന ഈ യുവ നേതാക്കളുടെ കൂടിച്ചേരൽ അത് കോൺഗ്രസ് പാർട്ടിയുടെ യുവജന വിഭാഗത്തിന് വലിയ ആവേശമാണ് ഇപ്പോൾ നൽകുന്നത്. ഈ സഹകരണത്തിൻ്റെ പ്രതീകാത്മകമായ പ്രാധാന്യം കൂടിയാണ് ജയിൽ സന്ദർശനത്തിലൂടെ ഇപ്പോൾ വെളിപ്പെടുന്നത്. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികൾ കിലോ കണക്കിന് മോഷണം പോയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് ഈ സമരത്തിന് കാരണമായി മാറിയത്. ഈ വിഷയം മുഴുവൻ ഹൈന്ദവ വിശ്വാസികളുടെയും വൈകാരിക വിഷയമായി മാറിക്കഴിഞ്ഞു. ഒരു സാധാരണ പ്രക്ഷോഭത്തിനപ്പുറം ശബരിമല അയ്യപ്പൻ്റെ ആസ്തികൾ മോഷ്ടിക്കപ്പെട്ടതിനെതിരെയും അതിന് കാരണമായ ഭരണ സംവിധാനത്തിൻ്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയുമുള്ള ശക്തമായ പ്രതികരണമായാണ് യൂത്ത് കോൺഗ്രസ് ഈ ഒരു സമരത്തെ അവതരിപ്പിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം ചേർന്ന് നടത്തിയ പ്രതിഷേധങ്ങൾ വിഷയം പൊതുജന മധ്യത്തിൽ സജീവമായി നിലനിർത്താനായിട്ട് സഹായിച്ചു. ഈ സമരങ്ങളുടെ ഭാഗമായിട്ടാണ് സന്ദീപ് വാര്യരെയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് C. വിജയ് ഉന്തിച്ചൂടൻ അടക്കമുള്ള പ്രധാന പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുകയും നിലവിൽ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. പ്രതിഷേധങ്ങൾക്കും അറസ്റ്റിനും ശേഷം ഈ വിഷയം കേരളത്തിലെ മുഖ്യ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മോഷണ വിഷയം എല്ലാ വിഭാഗം ജനങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണപരമായിട്ടുള്ള ഉത്തരവാദിത്വമില്ലായ്മ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുന്നതിനും യുവ കോൺഗ്രസ് നേതാക്കൾക്ക് സാധിച്ചു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശക്തനായ സമര നേതാവായി ഉയർന്നു വരുന്ന സന്ദീപ് വാര്യർക്ക് പിന്തുണയുമായിട്ട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന യുവമുഖമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിലിൽ എത്തുന്നത് ഈ വിഷയത്തിന് അഭൂതപൂർവമായിട്ടുള്ള ഒരു മാധ്യമ ശ്രദ്ധ നേടിക്കൊടുത്തു കഴിഞ്ഞു. കൊട്ടാരക്കര ജയിലിലെ ഈ കൂടിക്കാഴ്ചയോടെ ശബരിമല മോഷണ വിവാദവും അതിനെതിരെയുള്ള പ്രതിപക്ഷ സമരങ്ങളും വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ മുൻനിരയിലേക്ക് വന്നിരിക്കുകയാണ്. പ്രതിപക്ഷവും യൂത്ത് കോൺഗ്രസും ഒറ്റക്കെട്ടായിട്ട് ഈ വിഷയം ശക്തമായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ സംഭവ വികാസങ്ങൾ. ജയിലിൽ കഴിയുന്ന സന്ദീപ് വാര്യരെ മാങ്കൂട്ടത്തിൽ കാണാനെത്തിയതോടെ വിഷയം കത്തിച്ചു വിട്ടിരിക്കുകയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസും പ്രതിപക്ഷവും ഒന്നടങ്കം. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അഭിമാനമുണ്ട്. അഭിമാനമുണ്ട്.
കണ്ടോ